കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പ് റദ്ദാക്കി റീപോളിംഗ് നടത്താൻ തീരുമാനം. ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പ് SFI UDSF സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചേരുകയാണ്. സമീർ, വലിയ പോരാട്ടമായിരുന്നു ഇവിടെ ഈ കോളേജിൽ നടന്നിരുന്നത്, യൂണിവേഴ്സിറ്റിയിൽ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് DSU തിരഞ്ഞെടുപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് കൗണ്ടിങ്ങിന് സമയത്ത് വൈകുന്നേരത്തോടു കൂടി വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതോടുകൂടി കൗണ്ടിങ് നിർത്തിവെച്ച് ഈ ബാലറ്റ് പേപ്പറുകളൊക്കെ തന്നെ യൂണിവേഴ്സിറ്റി സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ റദ്ദാക്കാൻ വൈസ് ചാൻസലർ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ മുഴുവൻ പോളിംഗും ഒക്കെ തന്നെ റദ്ദാക്കി വീണ്ടും പോളിംഗ് നടത്താനാണ് നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിരവധിയായിട്ടുള്ള പരാതികൾ VCക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സീരിയൽ നമ്പർ ഇല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുന്ന അടക്കമുള്ള പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരം നടപടി എന്നുള്ളതാണ് VC വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് VCയെ നേരിട്ട് വിളിച്ചു വരുത്തി ഗവർണർ വിശദീകരണം തേടിയിരുന്നു. നിലവിലെ സാഹചര്യമൊക്കെ തന്നെ ഗവർണറോട് VC വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഈ VC ഗവർണർ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഇത്തരമൊരു ഉത്തരവ് VC പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെയാണ് ഇതിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. വലിയ അക്രമ സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങിയത്. പ്രത്യേകിച്ച് SFI UDSF സംഘർഷമാണ് ഉണ്ടായിരുന്നത്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് സർവകലാശാല അടച്ചിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രവിധ. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.